ശ്രീ ഹരിശ്രീ അൻസാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അൻസാറക്ക ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. നമസ്കാരം ജരേട്ടാ. നമസ്കാരം. നമസ്കാരം. വളരെ കാലത്തിന് ശേഷമാണ് കാണുന്നത്. അതെ അതെ, കുറേ കാലമായി കണ്ടിട്ട്. ഞാന് സലീം കുമാറിന്റെ ചേട്ടന്റെ ട്രൂപ്പിൽ കളിക്കുമ്പോൾ അൻസാർക്ക് എന്നെ ആദ്യം കാണുന്നതാണ് പറയുന്നത്. സലീം കുമാറിന്റെ ട്രൂപ്പിൽ കളിക്കുമ്പോൾ ഈ ട്രൂപ്പുകളിൽ ഏറ്റവും അവസാനം നടന്മാരെ ശബ്ദം അനുകരിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഷോ തീരും. അപ്പൊ ഞങ്ങളുടെ ട്രൂപ്പിൽ 2 വെർഷൻ ഉണ്ട്. സലീമേട്ടനുള്ള ഷോയും സലീം കുമാറേട്ടൻ ഇല്ലാത്ത ഷോയും. സലീം കുമാറേട്ടനുള്ള ഷോ അതിൽ തന്നെ പല സ്കിറ്റുകളിലും സലീമേട്ടൻ പങ്കെടുക്കും. അപ്പൊ സലീമേട്ടൻ ഉള്ള ഷോയ്ക്ക് ഈ നടന്മാരെ അനുകരിക്കുന്ന ഒരു ഏരിയ ഞങ്ങളുടെ ട്രൂപ്പിൽ ഇത്തിരി വീക്കാണ്, പലരും ഇല്ല എന്ന് പറഞ്ഞിട്ട് സലീമേട്ടന്റെ കാറിൽ ഞാൻ ഈ കാസറ്റുകളുടെ കവറിൽ മാത്രം ഞാൻ അൻസാർ ഹരിശ്രീ എന്ന് പറഞ്ഞ് കേൾക്കുന്നുള്ളൂ ശബ്ദാനുകരണത്തിന്. അൻസാർക്കിനെ കൊണ്ടിരുന്നു. അൻസാർക്ക് വന്നിട്ട് നടന്മാരെ അനുകരിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ട്രൂപ്പ് അത്രയും നേരം ഞങ്ങൾ ഈ 8-9 പേര് നിൽക്കുന്നതിനകത്ത് അൻസാർക്ക് വരും, അനൗൺസ് ചെയ്യും, പെർഫോം ചെയ്യും. അൻസാർക്ക് അടുത്തത് വേറെ ആരെങ്കിലും ആയിരിക്കും എന്തെങ്കിലും ഒരെണ്ണം ചെയ്യുന്നത്. അടുത്ത അൻസാർക്ക് ചെയ്യും. ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം, പുള്ളി വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ മറ്റുള്ളത് ചെയ്യുന്നവരുടെ കയ്യടി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അല്ലേ അതൊക്കെ അത്യാവശ്യം കച്ചവടം നടക്കണം. അൻസാർക്ക് ചെയ്യുന്നതിന്റെ ഒരു പെർഫെക്ഷന്റെ മുന്നിൽ ഇയാളെ അത്ര നേരം ഈ സ്റ്റേജിൽ കണ്ടുമില്ല. നടന്മാരെ അനുകരിക്കേണ്ട സമയം ഒരാളിങ്ങ് വന്നിട്ടൊരു പൊള്ളിക്കാൻ തുടങ്ങുകയാണ്. ഞാൻ ഒരു സ്റ്റേജില് കോടീശ്വരൻ എന്ന് പറയുന്ന പരിപാടിയുടെ സുരേഷ് ഏട്ടന്റെ ഒരു സ്കിറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് എന്റെ കയ്യിൽ നിന്ന് CD ഞാൻ ആ സ്കിറ്റ് റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് ലോകം മുഴുവൻ പലരും കളിച്ചിട്ടുണ്ട്. പിന്നീട് ആ കോടീശ്വരനിലെ എന്റെ ചില ഡയലോഗുകൾ, ആ സുരേഷ് ഏട്ടൻ പറഞ്ഞ ഡയലോഗുകൾ വെച്ച് ഒരുപാട് റീൽസ് ഇപ്പൊ കാണുന്നുണ്ട്. ആ ടോട്ടൽ സ്കിറ്റിനകത്ത് സുരേഷ് ഏട്ടന്റെ ശബ്ദം അനുകരിച്ച് തന്നിട്ടുള്ളത് അൻസാർക്കയാണ് ഗംഭീരമായിട്ട് ചെയ്തു തന്നിട്ടുള്ളത്. അത്ര നല്ല അനുകരണങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അൻസാർക്ക്. എന്തൊക്കെ വിശേഷങ്ങൾ? പുതിയ ഒരു വർഷം കൂടെ നമ്മുടെ ഈ കലാജീവിതത്തില് വെള്ളപ്പൊക്കം തൊട്ട് നമുക്കൊക്കെ ഇച്ചിരി പ്രശ്നങ്ങളായിരുന്നെങ്കിലും ഒരു വർഷം കൂടി ഇപ്പൊ തീരുകയാണ്. എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കലാകാരന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉള്ളത്. കാരണം ജനങ്ങൾ കൂടിയാൽ മാത്രമല്ലേ സ്റ്റേജ് പരിപാടികൾ നടക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് സ്റ്റേജ് കലാകാരന്മാരെയാണ് കൂടുതൽ ന്യായമായിട്ട് ഈ പരിപാടികൾ ബാധിച്ചിരിക്കുന്നത്, പലതരത്തിൽ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പലരും പല വഴികളിലേക്കും പല ജോലികളുമായിട്ടും ചിലർ മാറിപ്പോകുന്നുണ്ട്. അങ്ങനെ ചെയ്യും. മാത്രമല്ല അൻസാർക്കയുടെ ഇനിയുമുണ്ട്. അൻസാർക്കയും ഞാനും സാജമ്പിള്ള ചേട്ടനും ഒക്കെ ഒരു പരിപാടി തിരുവനന്തപുരത്ത് കുറെ നാൾ ഒന്നിച്ച് ഞങ്ങൾ താമസിച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ സിൽവർ സ്റ്റാർ എന്നൊരു ട്രൂപ്പിൽ ഞങ്ങൾ ഒന്നിച്ച് ഒരു 2-3 പേരോട് ഒരു വർഷം പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഷോ കഴിഞ്ഞ് വന്നാല് ഈ സിൽവർ സ്റ്റാർ ട്രൂപ്പിന്റെ ഓഫീസിന്റെ അടുത്ത് തന്നെ ഒരു മോളിൽ ഒരു മുറിയുണ്ട്. അവിടെ ഞങ്ങൾ തമ്മിൽ, കാരണം ഇന്നും നാളെ മറ്റന്നാളൊക്കെ പ്രോഗ്രാം ഉണ്ട്, അപ്പൊ ഞങ്ങളാണ് റൂം ഷെയർ ചെയ്യുന്ന ആൾക്കാർ. അന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നൊരു കാര്യം, രാവിലെ ഒരു 7:30 മണിയാകുമ്പോൾ നമുക്ക് കാണാം അൻസാറൊക്കെ ഒരു മുണ്ട കൊടുത്തിട്ട് എക്സർസൈസും ശരീരം നോക്കലും, കൃത്യം ഭക്ഷണേ കഴിക്കുള്ളൂ, ആവശ്യത്തിനെ കഴിക്കുള്ളൂ, ആവശ്യത്തിനെ ചെയ്യുള്ളൂ. അന്ന് സേതുരാമയ്യർ മമ്മൂക്കയായിട്ട് ഹാഫ് കൈ ഷർട്ടൊക്കെ ഇട്ടൊരു കുറിയൊക്കെ ഇട്ടിട്ട് സ്റ്റേജിലൊരു വരവുണ്ട്. അതിനൊക്കെ നല്ല കയ്യടി, കറക്റ്റ് ഫിഗർ ആയിരുന്നു അന്നൊക്കെ വന്നിട്ടിരുന്നതിന്. ഈ ജിമ്മൊക്കെ ഇപ്പോഴും ഉണ്ടോ അൻസാറൊക്കെ? ഇപ്പൊ ജിമ്മ് പരിപാടിയൊന്നുമില്ല. ഇപ്പൊ നമ്മള് സ്റ്റേജും പരിപാടി തന്നെ ഇല്ല, പിന്നെ ജിമ്മിന്റെ പരിപാടിയിലിട്ട് പോകുന്നത്.